കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? ഇന്ന് പുസ്തക ദിനമാണ്. ആരിഫ് ഹാഷ്മി കളത്തുറ ആവർത്തിച്ചത് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു ഓർമ്മയല്ല, അതൊരു വിളിയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, വായിച്ചാൽ മാത്രം അറിയാം ജീവിതം എത്ര വിശാലമാണ് എന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏതാണ് ഇഷ്ടപ്പെട്ട പുസ്തകം? എപ്പോഴും വിജയനാണ്. ഞാൻ വിജയൻ അഡിക്റ്റാണ്. ഞാൻ വിജയൻ തന്നെയാണ് എക്കാലത്ത് ഇഷ്ടപ്പെട്ട പുസ്തകം. പിന്നെ മാർക്കോസും ഇഷ്ടമാണ്. വിജയന്റെ എല്ലാ പുസ്തകങ്ങളും ഇഷ്ടമാണ്. വിജയൻ ഓൾമോസ്റ്റ് വിജയനാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. പിന്നെ മാർക്കേസ് ഒരിക്കൽ വിജയനായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാലം വിജയനാണ്. പുസ്തക ദിനത്തിൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം പറഞ്ഞാൽ അത് ഞാൻ ഗുരുസാഗരം പറയും. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും എല്ലാവരും വായിക്കുക അല്ലേ. വായന വിശാലമായ സാധ്യത തുറക്കുന്നു എന്ന് ആരിഫ് ഹാഷ്മി പറയുന്നത് പോലെ അത് വളരെ ശരിയാണ്. അപ്പോൾ ഇന്ന് ലോക പുസ്തക ദിനം. വായന വാതിൽ തുറക്കുമ്പോൾ ചേതന മാനം മുട്ടുന്നു എന്നാണ് കവിത. ഓരോ പുസ്തകവും ഓരോ പുതിയ അനുഭവവും പുതിയ ലോകവുമാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. പുസ്തകം ഒരേ സമയവും വിപ്ലവവും വിനോദവും വളർച്ചയുടെ ഇന്ധനവുമാണ്. പട്ടിണിയായ മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണു നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. പുസ്തകം വിപ്ലവമാണ്, പുത്തൻ ഉണർവിലേക്കുള്ള വിപ്ലവം. ലോകത്തെല്ലായിടത്തും മാറ്റങ്ങൾക്ക് നിദാനമായത് പുസ്തകങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ആശയങ്ങളായിരുന്നു. ഒരേ സമയം വഴികാട്ടിയും ചാലകശക്തിയുമായി പുസ്തകങ്ങൾ മാറി. അക്ഷരവും വായനയും മനുഷ്യ സംസ്കാരത്തിൽ ചെലുത്തിയ സ്വാധീനം വാക്കുകൾക്ക് അതീതമാണ്. വിഖ്യാത എഴുത്തുകാരൻ മിഷേൽ ഡി സെർവാന്റിസിന്റെ ചരമവാർഷിക ദിനമാണ് ഏപ്രിൽ 23. സ്പെയിനിൽ 1923 ഏപ്രിൽ 23-നാണ് ലോക പുസ്തക ദിനം ആചരിച്ചു തുടങ്ങുന്നത്. 1995-ൽ യുനെസ്കോ ഈ ദിനം ലോക പുസ്തക ദിനമായി ആചരിക്കാൻ ആരംഭിച്ചു. വിശ്വസാഹിത്യ നായകൻ വില്യം ഷേക്സ്പിയറുടെ ജനനമരണ തീയതിയും ഏപ്രിൽ 23 ആണെന്നതും ഈ ദിവസം പുസ്തക ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണമായി. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ പുസ്തക വായനയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളതായിരുന്നു മാഷിന് എക്കാലത്തും പുസ്തകം. വായനയേക്കാൾ വലുതായി വല്ലതുമുണ്ടോ വളരാനായി, വായന നൽകും ലോകങ്ങൾ വേറെ വിടന്നു ലഭിച്ചിടും. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ അതാണ് അതിനിടയ്ക്ക് പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും വായിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെ ആര് കാണും എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ കാണാത്ത സമയത്ത് വായിച്ചോളൂ. ബാക്കി രാത്രി വായിച്ചു, രാത്രി 12 മണി കഴിഞ്ഞിട്ട് വായിച്ചാൽ എന്തായാലും വായിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.